തുടർന്ന് നമ്മുടെ ദിവികാരുണ്യ പ്രദക്ഷിണത്തിനായിട്ട് ഒരുങ്ങുവാണ്. നമുക്കറിയാവുന്നതുപോലെ 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിയോഗമായി സമർപ്പിച്ച ഓരോരുത്തരുടെയും പേരുകൾ പാട്ടിൻ്റെ ഓരോ സമയത്തും ആ പേരും അവരുടെ നിയോഗവും പറഞ്ഞ് പ്രാർത്ഥിക്കും. 7 ആശീർവാദ പ്രാർത്ഥന എന്ന് പറയുന്നത്, ജെറീക്കോ പട്ടണത്തിന് ചുറ്റും ദൈവം പറഞ്ഞു ജനത്തോട് 7 പ്രാവശ്യം നടന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് അവരെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി മാറി. അപ്പോൾ വെറുതെ ഒരു ചടങ്ങായി നടത്തുവല്ല, ഈ ജനം സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്, ഒരു അനുഗ്രഹമായി അത് മാറണം. ഈ പ്രാർത്ഥന വെറുതെയായി, ഈ പ്രാർത്ഥനയ്ക്ക് ഗുണമില്ലെന്നൊരു കുഞ്ഞു പോലും പറയാൻ ഇടയാകരുത്. ഇതൊരു അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും. ഇപ്പോൾ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കർത്താവേ, ഒന്നാമത്തെ ആശീർവാദത്തിനായി പരിശുദ്ധ കുർബാന ഞങ്ങൾ എടുക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ എടുക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ലഭിക്കുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മേബിൾ എന്ന വ്യക്തിക്ക് വേണ്ടി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കാതറിൻ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. റെബേക്ക ജോലി കല്യാണം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് കേസിൽ നിന്നും പരിപൂർണമായ മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഷെൽമി രോഗസൗഖ്യം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റാൽവിൻ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷെൽജി കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷെൽവി മക്കളുടെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഷെല്ലി കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സനദു സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഡിവോൺ കയ്യിലെ മുഴ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അപർണരാജ് PSC ലിസ്റ്റിൽ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജനിഷ വീട് പണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. ജയ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഡേവിഡ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സൂസൻ വിവാഹ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അന്ന ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീന ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കാൻ പ്രാർത്ഥിക്കുന്നു. സാറ തോറ്റ പരീക്ഷയിൽ വിജയിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആൻസി വിവാഹത്തോടുള്ള അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. കോളിൻ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബേഷ് കണക്ക് റെഡിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രശാന്ത് മാനസികമായ വിഷമം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബെന്നി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മേരി കൗണ്ട് റെഡിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിനി 45 ലക്ഷം രൂപ കടം വീട്ടുവാൻ വീട് പണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. അമൽ തോമസ് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അതുൽ തോമസ് വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് കുര്യൻ കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സൂസൻ നിയോഗം സാധിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നിമ്യ നിയോഗം സാധിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അരുൺ നല്ല കുടുംബ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. അഞ്ജു ദൈവകൃപയുള്ള മക്കൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മിഥുൻ നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽബർട്ട് നല്ലൊരു ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഡെയ്സി കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സജു കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഷോളി മനസ്സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആഷ്ലി പഠന പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. ആൻസി ദൈവകൃപയുള്ള വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എൽദോസ് ദൈവഹിതപ്രകാരം വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റിജിൽ മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആൽബിൻ ദൈവഹിതപ്രകാരം വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മിനി അബുദാബിയിൽ ജോലി ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ പുതിയ കോഴ്സ് ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു ജപ്തി ഒഴിവാകാൻ കടം വീട്ടാൻ പ്രാർത്ഥിക്കുന്നു. മിനി ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഒന്നാമത്തെ ആശീർവാദത്തിനായി പരിശുദ്ധ കുർബാന എടുത്തുയർത്തി പ്രിയപ്പെട്ട അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ആരുടെയൊക്കെ പേരുകളും ആരുടെയൊക്കെ ആവശ്യങ്ങളും ആരുടെയൊക്കെ കണ്ണുനീരുമാണോ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞ് ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വചനം പറയുന്നു, ചോദിക്കുവിൻ നിനക്ക് ലഭിക്കുമെന്ന്, ചോദിക്കുവിൻ നിനക്ക് കിട്ടുമെന്ന്. ആവശ്യത്തെ പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ചേർന്ന് പാടാമോ? കെട്ടുകളെ അഴിച്ച
വ്യാധിയും മാറ്റിയ നാമം. ചേർന്ന് പാടാമോ? എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എന്നെ ശക്തനായി മാറ്റുന്ന നാമം. അതുകൊണ്ട് അത്ഭുതമായ നാമമേ, പിന്നെയോ അതിശയമായ നാമമേ, വിശ്വസിക്കുന്നു. ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോണിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങോ മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങോ മാത്രം. രണ്ടാമത്തെ ആശീർവാദത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. കർത്താവേ, ആരുടെയൊക്കെ പേരുകളാണോ രണ്ടാമത്തെ ആശീർവാദത്തിനായി ഒരുങ്ങുമ്പോൾ പറയുന്നത്, അവരെ ഏറ്റെടുക്കണമേ, മറുപടിയായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയൽ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയി TJ ബിസിനസ് പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് സാമ്പത്തിക പ്രതിസന്ധി മാറാൻ പ്രാർത്ഥിക്കുന്നു. LC കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. മേഴ്സി കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ബേസിൽ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാജി ക്രിസ്റ്റി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്റ്റാലിൻ പ്രൈവറ്റ് പണം തിരിച്ചു കിട്ടാൻ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു. ബേർലിഷ നന്നായി പഠിക്കാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു ചില കാര്യങ്ങളിൽ വീണ്ടെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിജോ കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആഗ്നസ് SSLC പരീക്ഷയിൽ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോക്കുട്ടൻ പഠന പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. മോളി കാൽമുട്ട് രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നോബിൾ കഷ്ടപ്പാടുകൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. നെൽബി പഠന പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. ബെന്നി ഭവനം പണി തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബേബി ജോലി കിട്ടുവാൻ, ഭവനം പണിയുവാൻ, പ്രയാസം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അമൽ ദൈവാനുഗ്രഹമുള്ള വിവാഹവും ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അജി ജോലി കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ലയ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. അനു കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അജിത്ത് പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. റിനോ വിദേശത്ത് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസ്സി മക്കളുടെ കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെസ്സി മകനൊരു ഭവനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോണി കടം വീട്ടുന്നതിനും ജോലി ലഭിക്കാനും പ്രാർത്ഥിക്കുന്നു. റജി ഭവനം പണി തടസ്സമില്ലാതെ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അലൻ ഷിപ്പിൽ ജോലി കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ജോർജ് മദ്യപാനം മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വിൻഡ ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റജി മുടങ്ങിയ വീട് പണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. സാവിയോ PR കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ലില്ലിക്കുട്ടി മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഷിനോജ് സ്ഥിരമായൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അമല കുടുംബം ഐക്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ബേസിൽ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആൽവിൻ പഠിക്കുന്ന കുഞ്ഞിന് ഒരു അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഷൈജു മകന്റെ വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരിക്കൽ കൂടി കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. നിയോഗത്തോടെ രണ്ടാമത്തെ ആശീർവാദം നൽകി മൂന്നാമത്തെ ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവെ, ആരുടെയൊക്കെ കണ്ണുനീരോടെ എഴുതിയിട്ട നിയോഗങ്ങൾ കർത്താവെ നിയോഗ ബോക്സുകളിലുണ്ടോ? കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, പേര് പറഞ്ഞ് നിയോഗം വെച്ചുള്ള പ്രാർത്ഥനകൾ, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, താഴത്തെ ചാപ്പലിൽ മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥന മേടിച്ചവർ, അതിന് കൗൺസിലിംഗ് നടക്കുന്നവർ, സകലരെയും ഏൽപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ജീസസ്, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കണമേ.
അടയാളങ്ങൾ സംഭവിക്കണമേ. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ടാമത്തെ ആശീർവാദം ഒരു അനുഗ്രഹമായി മാറട്ടെ, ഒരു അനുഗ്രഹമായി മാറട്ടെ, ഒരു വിടുതലായി മാറട്ടെ, പുതിയ വഴി തുറക്കാൻ കാരണമാകട്ടെ. ചേർന്ന് പാടാമോ? കരങ്ങൾ താഴ്ത്തി. എല്ലാത്തിലും മേലെ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. ചേർന്ന് പാടാമോ? എല്ലാത്തിലും മേലെ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. അതുകൊണ്ട് അത്ഭുതമായ നാമമേ, പിന്നെയോ അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോണിൻ റോജാവേ, അങ്ങേക്കു തുല്യനായെന്നോ മാത്രം, അങ്ങേക്കു തുല്യനായെന്നോ മാത്രം. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ ആയിരിക്കുക. ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. മൂന്നാമത്തെ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ പറയാൻ പോകുന്ന ഓരോ വ്യക്തികളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ചാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവെ, ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സോണി നന്നായി പഠിക്കുന്നതിനായി പ്രാർത്ഥന ചോദിക്കുന്നു. നിമ്മി ശാരീരിക രോഗ സൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നോധ കുഞ്ഞിന് നല്ല ആരോഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഫ്രെഡി കാനഡയിൽ നല്ലൊരു ജോലി വിവാഹവും നടക്കാൻ പ്രാർത്ഥിക്കുന്നു. എൽഡിൻ വിദേശത്ത് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസ് ഓപ്പറേഷൻ വിജയകരമാകുവാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷ് ജോൺ വിശ്വാസത്തിലും ദൈവഭയത്തിലും വളരുവാൻ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ബിജു വാഹനം വിട്ടു കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ബിബിന വിവാഹം നടക്കുവാനും ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പി ജെ ജോസ് തൊണ്ടയിലെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മാഗി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോൺസൺ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോസ് മോളിയുടെ രോഗസൗഖ്യവും കടം വീട്ടാനും പ്രാർത്ഥിക്കുന്നു. മെബിൻ പരീക്ഷാ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ലിഡിയ PR ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സോഫിയ ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി മകൾക്ക് PR കിട്ടുന്നതിനായി സന്താന സൗഭാഗ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. അഞ്ജു രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ആൽഫിൻ ജോലി കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. നീതു ജെയിംസ് സന്താനങ്ങളെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സോളി മകന്റെ വിവാഹം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ കണ്ണിന് നല്ല കാഴ്ച ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മെൽവിൻ മൊബൈൽ അഡിക്ഷൻ മാറുവാനുള്ള നിയോഗത്തെ സമർപ്പിക്കുന്നു. ഷിജി ജോസിന് വിദേശത്ത് നല്ലൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ആശീർവാദം നമുക്കൊന്ന് സ്വീകരിക്കാം. സാധ്യമെങ്കിൽ കരങ്ങളെ ഉയർത്താം. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മുമ്പിൽ ഈ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുമുണ്ട്, ഈ ഓരോ ആവശ്യങ്ങളുമുണ്ട്. ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് അധരങ്ങളെ തുറന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളും സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് പാടാമോ? ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു.
മനസ്സറിഞ്ഞ് പാടാമോ? ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവിനെ, അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവിനെ, അങ്ങേ ഞാൻ. അതുകൊണ്ട് വിശ്വാസത്തോടെ പാടുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. നാലാമത്തെ ആശീർവാദ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന പേരുകൾ, ആവശ്യങ്ങളെ ഓർക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രീഷ്മ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രേഷ്മ സന്താന സൗഭാഗ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഹാരിസ് മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു ഒരു നല്ല ഭവനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അലീന പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. മരിയ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്റ്റെല്ല നാളത്തെ OAT എക്സാം വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൽസമ്മ രോഗസൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മിനി വിദേശത്ത് പോകാൻ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിൻസി ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അലൻ വിദേശത്ത് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അരുൺ മാൾട്ടായിൽ ഒരു ലൈസൻസ് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അലൻ SLCയിൽ വിജയം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ബെറ്റി വീട് പണിയുടെ തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഗിഫ്റ്റി മരിയ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അർജുൻ സൊസൈറ്റിയിൽ നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. നന്ദു പരീക്ഷയിൽ വിജയം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അജി കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ജിയോ മകളുടെ ജോലി പെട്ടെന്ന് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോവിറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഷേർലി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ബ്ലസ്സി CA എക്സാം വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെറിൻ ജോലിയിൽ ഉയർച്ച കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജെറാൾഡ് പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. വത്സമ്മ വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. റജി സ്ഥലം വിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. അമൃത വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. റോസ്ലിൻ കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യ പഠനത്തിൽ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. മാത്യൂസ് പഠനത്തിൽ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേക് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. റിയ പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജാനു ഉദരരോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ബെന്നി വരുമാന മാർഗങ്ങളിലെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോജോ ഓപ്പറേഷൻ വിജയകരമാകാൻ പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ വിസ ഡോക്യുമെന്റേഷൻ നടക്കുവാനും വീട് പണി പൂർത്തിയാകുവാനും പ്രാർത്ഥിക്കുന്നു. നാലാമത്തെ ആശീർവാദത്തിനായി ഒന്ന് കരമുയർത്താമോ? കർത്താവേ, ഈ 4 ആശീർവാദ സമയത്തും പറഞ്ഞ വ്യക്തികളെ, സമർപ്പിച്ച നിയോഗങ്ങളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും അധരം തുറന്നൊന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഒരുമിച്ച്. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവിനെ, അങ്ങേ ഞാൻ ആരാധിക്കും. അതുകൊണ്ട് പാടാമോ? അങ്ങേ ഞാൻ ആരാധിക്കും. അതുകൊണ്ട് ചേർന്ന് പാടണം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. അഞ്ചാമത്തെ ദിവികാരുണ ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു.
ഈ ഓരോ ആശീർവാദവും ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലായി മാറണമേ. ഓരോ ആശീർവാദവും ഒരു വിടുതലിന് കാരണമായി മാറണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ആരോൺ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. ആശ രോഗപീഠകൾ മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് സാമ്പത്തിക പ്രയാസം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സ്കറിയ അമലിനും ചിന്നുവിനും PR കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അഷ്ന പഠിച്ച വിഷയത്തിൽ ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആശ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് താമസിക്കാൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. രേഷ്മ സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജിൻസി തലമുറകളെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റെഫി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയാനും സ്ഥലം വിൽക്കാനും പ്രാർത്ഥിക്കുന്നു. മെർലിൻ നല്ല സ്കൂളിൽ ഒരു ടീച്ചറായി ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. മെറിൻ IT കമ്പനിയിൽ ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ബിബിന പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബേബി ജോലി കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ടിജോ സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. രേവതി OAT എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. മേഘ കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ കാര്യസാധ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ ബിസിനസ് ഉയർച്ച കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നിമ്മി കുഞ്ഞു നടക്കുവാനുള്ള കഴിവ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സുബിൻ നല്ലൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. സജി മകന് നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഷൈനി രോഗത്തിനൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഗബ്രിയേൽ നന്നായി പഠിക്കാൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സജന ഗവൺമെന്റിൽ നല്ലൊരു ജോലി കിട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പയസ് സ്വഭാവ വൈകല്യം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആൻസി നന്നായി പഠിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. റെനി ദൈവ വിശ്വാസത്തിൽ വളരുവാൻ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി 5ാമത്തെ ആശീർവാദമാണിത്. കർത്താവേ, ഞങ്ങൾ പറഞ്ഞ പേരുകൾ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം വച്ച് ഈ വചനം ഓർക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആവശ്യമുള്ളത് എല്ലാ കാര്യങ്ങളുമല്ല, ആവശ്യമുള്ളത് എൻ്റെ ദൈവം എനിക്ക് തരും. ആവശ്യമുള്ളത് എൻ്റെ കുടുംബത്തിന് ദൈവം തരും. ആവശ്യമുള്ളത് എൻ്റെ തലമുറയ്ക്ക് ദൈവം നൽകും. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിക്കുന്നു. ചേർന്ന് പാടാമോ? വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. അക്കരം അല്പം ഉയർത്തി പിടിച്ച് പറയാമോ? ഹല്ലേലൂയ, 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 ആമേൻ. കരങ്ങളൊന്ന് വീശി പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. കരങ്ങൾ താഴ്ത്തി. ഒരുപക്ഷെ ഈ 5ാമത്തെ ആശീർവാദം തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാകും, മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാകും, ചിലപ്പോൾ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടാകും. ചില മക്കളുടെ ജീവിത പങ്കാളിയുടെ ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതൊക്കെ ഇന്നെടുത്ത് കയ്യിൽ പിടിച്ച്, ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപയോ 50ഓ 100ഓ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് എഴുത്ത് കയ്യിൽ പിടിക്കാമോ? നേർച്ചയിടാനോ സ്തോത്ര കാഴ്ചയിടാനോ ഒന്നുമല്ല. ഈ 5ാമത്തെ ആശീർവാദ സമയത്ത് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് സാമ്പത്തിക പ്രയാസമുണ്ട്,
കടബാധ്യതയുണ്ട്, എല്ലാ പ്രയാസവും മാറണം. നിങ്ങളുടെ കീശയിലുള്ള 10 രൂപയാകാം, 50, അന്ന് കയ്യിലെടുത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്, അതൊരു ബക്കറ്റിൽ ഇടുവൊന്നും വേണ്ട, തിരിച്ച് കീശയിൽ തന്നെ വെച്ചാൽ മതി. നിങ്ങളത് കയ്യിൽ പിടിച്ച്, ആ പാസ്പോർട്ട് എടുത്ത് കയ്യിൽ പിടിച്ച് പറയണം, ഇതിനകത്ത് എനിക്കൊരു അനുഗ്രഹത്തെ കാണാൻ കഴിയണം, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം. ചില കേസുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടണം. നന്നായിട്ട് പ്രാർത്ഥിച്ചോ, നല്ല അടയാളങ്ങൾ ദൈവം നമുക്ക് നൽകും. 5ാമത്തെ ആശീർവാദം, അതിനായി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. നെൽസൺ കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഷാജി റിൻസിയുടെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഡെൽഫി നഴ്സിംഗ് പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജിത്തു വിദേശത്ത് പോകുവാൻ പ്രാർത്ഥിക്കുന്നു. ജിനിയ വിദേശത്തൊരു അനുഗ്രഹമുള്ള ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു സാമ്പത്തിക പ്രയാസം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. നെൽസൺ ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ബിജോയ് മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടി ആമവാദത്തിൽ നിന്ന് സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. അനുമോൾ വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആൽവിൻ നല്ല സ്വഭാവം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രജിത്ത ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ മോചനം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അലക്സി PR കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അലൻ ചാക്കോ ACCA പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അമലൻ ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലൻ കിഡ്നി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സുനിൽ അക്കാമ പുതുക്കി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അലീന കണ്ണിന്റെ അലർജി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെഫ്രിൻ ജോലി തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആന്റണി SLCയിൽ ഉന്നത വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജൂഡ് ദൈവകൃപയുള്ള വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഷേർലി മക്കളുടെ മൊബൈൽ അഡിക്ഷൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. വിക്ടോറിയ ചെവിയുടെ കേൾവി പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അതിൽ കേട്ടഡ് എക്സാമിൻ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യ കൈവിരലുള്ള അലർജി രോഗ സൗഖ്യം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അമല സുഖപ്രസവം കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഷിബിത കടം വീട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലക്സ് പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. മാത്യു പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോഷിൻ വിദേശത്ത് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഷാൻഡി നല്ലൊരു ഭവനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സാനി ജർമ്മനിയിൽ ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജോബിഷ് നല്ലൊരു ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. ജെസ്സി ജർമ്മനിയിൽ നല്ലൊരു ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. ആൽബർട്ട് SLCയിൽ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജീന വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളെ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നിങ്ങൾ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന പാസ്പോർട്ടാകാം, പാസ്പോർട്ടിൻ്റെ കോപ്പിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് അതായിരിക്കും പ്രാർത്ഥിക്കുന്നത്. മണ്ണായിരിക്കും, വെള്ളമായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഇരിക്കുന്നു, 50 രൂപ ഇരിക്കുന്നു, 100. അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ കരമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച കർത്താവേ, ഈ 5ാമത്തെ ആശീർവാദം ഈ മേഖലകളിൽ എനിക്ക് ലഭിക്കണമേ, ഈ കാര്യങ്ങളിൽ എനിക്ക് ലഭിക്കണമേ, ഈ വ്യക്തികളിൽ ലഭിക്കണമേ, ഈ ബുദ്ധിമുട്ട് മാറണമേ, ഈ പ്രയാസം മാറണമേ, ഈ വെല്ലുവിളി മാറണമേ. ഈ ഒരു ആശീർവാദ സമയത്ത് കരങ്ങളെ ഉയർത്തി, ഒന്ന് അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ ജനം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകണമേ. ഈ ജനം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ അടയാളങ്ങൾ സംഭവിക്കണമേ, അത്ഭുതങ്ങൾ സംഭവിക്കണമേ, വിജയങ്ങൾ സംഭവിക്കണമേ, തടസ്സങ്ങളെ മാറ്റിക്കൊടുക്കണമേ, മുൻപോട്ടുള്ള വഴികൾ ക്രമീകരിക്കണമേ, സമാധാനം കൊടുക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുമേ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവ്വസ്വം. കരമുയർത്തി പറയാമോ? ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന.
മൂന്നാമത്തെ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതാ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മ എന്ന വ്യക്തിയുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോസ് എന്ന വ്യക്തിയുടെ മദ്യപാനം മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നു. മിനി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. റിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻലിയ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സിജി മക്കൾക്കൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹ ഡിപ്രഷൻ ഒന്ന് മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. തങ്കച്ചൻ കടം വീട്ടുന്നതിനൊരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹരിത ജോലിയിലെ തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. റോബിൻ ഒരു നല്ല ജോലിക്കുള്ള ഇന്റർവ്യൂ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളി മക്കൾ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ പ്രാർത്ഥിക്കുന്നു. അജിത്ത് തെരഞ്ഞെടുത്ത കോഴ്സിൽ ഒരു അഡ്മിഷൻ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ടിനു കരോളിന്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷേർലി ഇസ്രായേലിൽ പോകുവാൻ അതിന്റെ തടസ്സങ്ങളൊക്കെ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോയൽ ഉചിതമായ ഒരു ജോലി തെരഞ്ഞെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ആൽബിൻ കേൾവിയുടെ പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഷീബ വിദേശത്ത് പോലെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഷിജി മകന്റെ വിവാഹ തടസ്സവും ജോലി തടസ്സവും മാറാൻ പ്രാർത്ഥിക്കുന്നു. സുജിത്ത് കാലിന്റെ എല്ലിന്റെ തേയ്മാനം, അതിന്റെ വേദന സഹിക്കാൻ പറ്റാത്തതിലധികമാണ്, ആ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എൽസി ജീവിത പങ്കാളിയുടെ മകന്റെയും മാറ്റത്തിനായി പ്രാർത്ഥിക്കുന്നു. ചാർലി മക്കളുടെ കുടുംബ ജീവിതം ഐക്യത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. ബെന്നി കുടുംബം ഒന്നിച്ചു താമസിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജിലിയ ദൈവ കൃപയുള്ള ജീവിത പങ്കാളി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. വർഗീസ് കുടുംബത്തിന്റെ എല്ലാ കടഭാരങ്ങളും ഒന്ന് മാറാൻ പ്രാർത്ഥിക്കുന്നു. ആൽബിൻ നന്നായി പഠിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ബൈജു ജാമ്യം നിന്ന വസ്തുവിന്റെ നടപടി മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ലോറൻസ് കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അലീന +2 പരീക്ഷയിൽ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ടോബി വിസയുടെ തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു. സിബി സഹനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെസ്സി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രീതി MBBS എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. ഫാദർ റോയി കിഡ്നി രോഗ സൗഖ്യത്തിനായി ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസി സ്ഥലം വിറ്റ് ഭവനം പണിയുവാൻ പ്രാർത്ഥിക്കുന്നു. റാണി മക്കളുടെ നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. ടെസ്സി മക്കൾ 3 പേരും അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. നോയൽ മനസ്സിന് ധൈര്യം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജിൻസ് വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജിതിൻ മാനസികമായ വിഷമങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ് അന്തോണിയോ സംസാരശേഷി അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, ഒരാളെ പോലും മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാ എന്നെ നിറയ്ക്കണമേ. ഒരുമിച്ച് എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാ എന്നെ നിറയ്ക്കണമേ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇവിടെ വന്നിട്ട്
വന്നിട്ടുള്ളവർ, രാത്രിയിൽ യാത്ര ചെയ്ത് ഉറങ്ങാതെ വന്നിട്ടുള്ളവർ, പല കഷ്ടപ്പാടും സഹിച്ചു വന്നവരാ ഭൂരിഭാഗം ആളുകൾ. അവരെ ഈ ആരാധനയോട് ചേർത്തു നിർത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇവിടെയുള്ള ചുരുങ്ങിയ സ്ഥല സൗകര്യങ്ങളിൽ പരാതി കൂടാതെ താമസിച്ചവരുണ്ട്, പുറത്ത് റൂമെടുത്ത് താമസിച്ചവരുണ്ട്. ഒരാളെപ്പോലും മാറ്റി നിർത്താതെ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രീതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാണാതെ പോയ സ്വർണം തിരിച്ചു കിട്ടുന്നതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്വപ്ന മകന് വിദേശത്തൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മിനി മകളുടെ തെറ്റായൊരു ബന്ധം മാറുന്നതിനായി പ്രാർത്ഥിക്കുന്നു. മിനി മകന് സ്ഥിരമായൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആനിസ് ദൈവാനുഗ്രഹമുള്ള ഒരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ ഓസ്ട്രേലിയയിൽ വിസ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിജു പോളണ്ടിന് പോകുവാനുള്ള ആഗ്രഹത്തെ അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോമോൻ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ ജോലി സ്ഥിരമായി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജെലിൻ ഒരുക്കത്തോടെ യേശുവിനെ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സൂസൻ ജോബിന് വേണ്ടി, കെവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഏൽ സ്വന്തമായൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസിലി മകന്റെ പഠനം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ജീവൻ സ്വന്തമായി നടക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. നീരജ മകളുടെ വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇവോൻ അമ്മയുടെ ഷുഗർ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ആഷർ പഠിക്കാനുള്ള ഓർമ്മശക്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. സിബി മകന്റെ ജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ലിസി ഭർത്താവിന്റെ മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കുന്നു. സിനി സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജിൻസി മക്കളുടെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ബിജു സ്ഥലം വിറ്റ് കടം വീട്ടാൻ പ്രാർത്ഥിക്കുന്നു. ജോബിൻസ് PR കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ബിൻസി മകളുടെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഒരാളെപ്പോലും മാറ്റി നിർത്താതെ ഇപ്പോൾ ഒരു നിമിഷം പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ദൈവം ഒരു സമയവും അനുഗ്രഹവും തരട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതൊരു അനുഗ്രഹമായി കാണുക. ഇത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കട്ടെ. ഇത് സൗഖ്യത്തിന് കാരണമാകട്ടെ. ഒന്നാം കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കുന്നു. വലിയവൻ